ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. വെള്ളക്കക്ക എന്ന് പറയും. കറുപ്പ് കക്കയും ഉണ്ട്, വെള്ളക്കക്കയുണ്ട്. അപ്പോൾ അത് കറി വയ്ക്കണം. എന്താ പറയുക, ആദ്യം കക്ക വെള്ളത്തിലേ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാങ്ങയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടിയിട്ട് ഉപ്പിട്ടിട്ടില്ല, ശരിയാ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ഒന്ന് തിളപ്പിക്കാം കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കക്ക വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കക്ക 2-3 പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ കക്ക വെള്ളത്തിൽ കഴുകണമെന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഉപ്പുണ്ടാവുമേ. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ അത് കക്ക ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇത് കൂടിയും തിളച്ചിട്ട് ഒരുവിധം വറ്റിക്കഴിഞ്ഞാലാണ് ചിലർ എന്താ പറയുക, നാളികേരം അരച്ചിട്ട് വയ്ക്കുക. ഇവിടെ കറണ്ട് ബില്ല് ഭയങ്കര കൂടുതലാണ്, 3800 കറണ്ട് ബില്ല്. ചെറിയൊരു വീടാണ്, 2 റൂമൊക്കെ ഉള്ളത് നമുക്ക്. തൃശ്ശൂർ വീട്ടിലൊക്കെ ആകെ 1200 രൂപയ്ക്ക് വരുള്ളൂ, ഇത്രയും വലിയ വീട്ടിൽ. പക്ഷേ ഇവിടെ എന്തോ നമ്മൾ വന്ന സമയത്ത് റൂമിൽ കത്തിപ്പോയി, കുറേ സാധനങ്ങളൊക്കെ കത്തിപ്പോയി. അപ്പോൾ എന്തോ പ്രശ്നമൊക്കെ ഉണ്ട്, വയറിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ നാളികേരം പാലാണ് കേട്ടോ അതിൽ ഏഡ് ചെയ്യാൻ പോണത്. അരച്ചിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവും. അപ്പോൾ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ അത് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നാളികേരം പാൽ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അത് കറി ആയിട്ടുണ്ട്. ഞാൻ ഈ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റാന്ന് വെച്ചാൽ ഫോണൊരു കയ്യിലല്ലേ. അപ്പോൾ ആ പാത്രം പിടിക്കുമ്പോൾ എൻ്റെ കൈ എന്തായാലും ഇതാവും. അപ്പോൾ പുള്ളിയിട്ട് പിന്നെ പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അത് കാണിക്കാതെ നിന്നിട്ട് ഞാൻ മൂടി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. കക്ക കറി വെക്കുന്ന പറയുമ്പോൾ നമ്മുടെ വ്ളോഗ് 4-ലെ നിക്കി ചേച്ചി സജീഷ് ചേട്ടനുണ്ടല്ലോ, അവരുടെ വീഡിയോസിൽ കാണാറുണ്ട് അവർ കക്ക കറി വയ്ക്കൽ. കുറേ പിടിയൊക്കെ ഇട്ടിട്ട് വെക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ. പിന്നെ കിട്ടിയപ്പോൾ ഇതൊന്ന് കാണിച്ചു തന്നതാട്ടോ വെക്കണത്. നമ്മളിങ്ങനെയാണ് കേട്ടോ വെക്കുക, പലരും പലതരത്തിലാണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുപാട് പേര് ചേർത്ത് പിടിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഒറ്റപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്, ഏട്ടൻ മരിച്ച സമയത്ത്. എല്ലാവരും ഉണ്ട് എന്നാൽ ആരും ഇല്ല. നമുക്കൊരാവശ്യം വരുമ്പോഴല്ലേ എല്ലാവരും കൂടാന്നറിയാം. അപ്പോൾ ബാങ്കിൻ്റെ ഒരു പ്രശ്നമായി എന്നോടുകൂടി എല്ലാവരും പിന്നാക്കം പോയ പോലെ. ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കുക അങ്ങനത്തെയൊക്കെ. നമ്മളാരോട് ഹെൽപ്പൊന്നും ചോദിച്ചൊന്നുമില്ല കേട്ടോ, ബന്ധുക്കളോട്. ഇന്നീ സമയം വരെ ആരുടെയും പൈസ മേടിച്ചിട്ട് പോലും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ തന്നെ എൻ്റെ മക്കളെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. സൈഡിൽ ഉപ്പ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റണുള്ളൂ കേട്ടോ. ഇവിടെ അടുക്കള എന്ന് പറഞ്ഞാൽ ഒത്തിരി പാത്രങ്ങളുണ്ട്. ലൈൻ വെള്ളമാണ് ഇവിടുത്തെ വീട്ടിൽ, വാടാനപ്പള്ളി വീടെന്ന് പറയും. അപ്പോൾ വെള്ളം ബാക്കിൽ പിടിച്ച് വെച്ചിട്ടുണ്ട് കുറേ ബക്കറ്റുകളിൽ. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം മാത്രമായിട്ട് ഒരു ഗ്യാപ്പുള്ളൂ. അതിൻ്റെ അപ്പുറം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ വന്നൊന്ന് ശരിയാക്കാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പറയാനായിട്ട്. ഈ വേറെ കറികളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. അടുത്തൊരു ഷോർട്സ് ഇടാം കേട്ടോ. അപ്പോൾ ബൈ.